അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും നമ്മുടെ മുനീറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരുപാട് നേരമായി അവൻ കണ്ണുമടച്ച് ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ഉറക്കം വരുന്നേയില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ അന്ന് ഉച്ചയ്ക്ക് ഉണ്ടായ സംഭവമാണ്. അറിയാതെയാണെങ്കിലും താൻ സുമിയുടെ മുന്നിൽ പോയി പെട്ട ആ അവസ്ഥ അവൻക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഒരു മാത്രയിൽ അവൻ ആ രംഗം ഒന്നുകൂടി മനസ്സിൽ ആലോചിച്ചു നോക്കി. എങ്ങനെയാണ് സുമി അവിടെ എത്തപ്പെട്ടത്? എവിടെയാണ് അവൾ താമസിക്കുന്നത്? താൻ ഇത്രയും കാലമായിട്ട് അത് ഒന്ന് അന്വേഷിക്കുക കൂടി ചെയ്തില്ലല്ലോ. ആഗ്രഹമുണ്ടായിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ. എങ്കിലും ഒരിക്കൽ കൂടി ഒരിക്കലും താൻ ഇതുവരെ അവളെക്കുറിച്ച് അന്വേഷിക്കുവാനോ കണ്ടെത്തുവാനോ ശ്രമിച്ചിട്ടില്ല. അത് തൻ്റെ വിഡ്ഢിത്തരമായിപ്പോയി. അവളെ കണ്ടെത്തണമായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു നിലയിൽ എത്തുന്നതിന് മുൻപായിരുന്നുവെങ്കിൽ അവളോട് ഇപ്പോഴത്തെ തൻ്റെ സാഹചര്യം പറഞ്ഞാൽ അവൾ ചിലപ്പോൾ ആദ്യത്തെ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് തിരിച്ചു വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം അത്രയും വലിയ ഒരു നിലയിൽ എത്തിയിരിക്കുന്നു അവൾ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് അവൻ മനസ്സിങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ നിശ്വാസം ഇങ്ങനെ വിടുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ അവൻ അറിയാതെ ഉച്ചത്തിലുള്ള ഈ ഒരു ശബ്ദം പുറത്തു വരുന്നത് കേട്ട് റഹീമ ചോദിച്ചു, "അല്ല, നിങ്ങൾ ഇനിയും ഇതുവരെ ഉറങ്ങിയില്ലേ? അതോ പഴയ പോലെ ആദ്യ ഭാര്യയെ ഓർത്ത് കിടപ്പാണോ? എന്താ ഇതുവരെ ഉറങ്ങാത്തത്?" എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുനീർ അവളോട് പറഞ്ഞു, "നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? പഴയ ഭാര്യയെ ആലോചിച്ച് കിടക്കാൻ എന്താ എനിക്ക് വട്ടുണ്ടോ? ഞാൻ ഇനി നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടാതെ ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്. അത് ആലോചിച്ചിട്ടാണ് എനിക്ക് ഉറക്കം വരാത്തത്. ഒരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല. നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും? നമ്മുടെ മറ്റു കാര്യങ്ങളെങ്ങനെ എല്ലാം നടക്കും? ഇതൊന്നും ആലോചിച്ച് നിനക്ക് ബുദ്ധിമുട്ടേണ്ടല്ലോ. എല്ലാം എൻ്റെ തലയിലല്ലേ. ഇതെല്ലാം ആലോചിച്ച് ഞാൻ ഉറങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ ഒരു സ്വൈരം താ, നീ മിണ്ടാതെ കിടന്നുറങ്ങ്" എന്നെല്ലാം പറഞ്ഞ് മുനീർ ദേഷ്യപ്പെട്ടു. മുനീർ ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളോട് അവൻ്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാറുണ്ട്. കാരണം ഇത്രയും നാളത്തെ പോലെയല്ല. ആദ്യം അവന് പേടിയായിരുന്നു നമ്മുടെ റഹീമ ഇറങ്ങിപ്പോകുമോ എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെ ഒരു പേടിയില്ല. കാരണം അവൾക്ക് വേറെ ഒരു ആശ്രയമില്ല. തന്നെ സഹിച്ച് എന്തു പറഞ്ഞാലും അവിടെ നിൽക്കണം എന്ന് അവനറിയാം. എങ്കിൽ കൂടി അവളുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കൂടുതലൊന്നും അവൻ പറയാറില്ല. എങ്കിലും കാര്യങ്ങൾ അവൻ തുറന്ന് സംസാരിക്കാറുണ്ട്. ആവശ്യമില്ലാതെ അവൻ്റെ നേരെ ചാടിയാൽ തിരിച്ച് മറുപടി കൊടുക്കാറുണ്ട്. അന്ന് വൈകുന്നേരം ഉറങ്ങാൻ കിടന്നപ്പോൾ ഷാജഹാനിക്ക ഭാര്യ ലൈലാത്തയോട് പറഞ്ഞു, "ലൈല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ? മക്കളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കേണ്ടേ? ഇനി അധികം വെച്ചു താമസിപ്പിക്കേണ്ട. ആ കുട്ടിയെ, നമ്മുടെ സുമിമോളെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കും. ഇന്നത്തെ കാലഘട്ടമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവൾ അന്യയാണ്. നമ്മുടെ മനസ്സിൽ അവൾ നമ്മുടെ മോളായി കഴിഞ്ഞു. എങ്കിലും സമൂഹത്തെ നമുക്ക് പേടിക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. എത്രയും പെട്ടെന്ന് വൈകാതെ അവരുടെ കല്യാണം നടത്തണം" എന്ന് നമ്മുടെ ഷാജഹാനിക്ക ലൈലാത്തയോട് പറഞ്ഞു.
അത് കേട്ട് ലൈലാത്തയും പറഞ്ഞു, ഹാ, ഈ തിരക്കിനിടയിൽ നമ്മളും ആ കാര്യം വിട്ടുപോയി. എനിക്കും നിങ്ങളോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ തിരക്കിൽപ്പെട്ട് അതിൻ്റെ കാര്യം ഞാനിങ്ങ് വിട്ടുപോയി. ഇനി വൈകിക്കേണ്ട, നമുക്ക് നാളെ തന്നെ മക്കളോട് കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ സുമിമോളുടെ വീട്ടിലും വിളിച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനോടും പറയണമല്ലോ, അബൂബക്കറിക്കായോട്. അദ്ദേഹത്തോടും നമുക്ക് സംസാരിക്കാം. വലിയ ചടങ്ങൊന്നും വേണ്ട. സുമിമോളുടെ ആദ്യത്തെ വിവാഹമൊന്നുമല്ലല്ലോ, രണ്ടാമത്തെ അല്ലേ. അതുകൊണ്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ വലിയ രീതിയിൽ കല്യാണം നടത്തുന്നതിനോടൊന്നും താല്പര്യമുണ്ടാവില്ല. നമുക്ക് ആദ്യത്തെ കല്യാണമൊക്കെ തന്നെയാണ്. എങ്കിലും ഇങ്ങനെയുള്ളയൊക്കെ ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നടത്തിയാൽ മതി. നമുക്ക് വളരെ അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളും ചുറ്റുപുറമുള്ള അത്രയും അടുത്ത് കുറച്ച് വീടുകളും പിന്നെ നമ്മുടെ സുമിമോളുടെ വീട്ടുകാരും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ മോളും, അതായത് അബൂബക്കറിക്കയും ജുമാനയും, അതുമതി. നമുക്ക് ചെറിയ രീതിയിൽ നിക്കാഹ് കഴിച്ച് ആ ചടങ്ങ് കഴിക്കാം. കാരണം സുമിമോൾ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും നടത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മറ്റു 2 മക്കളുണ്ടല്ലോ, നൂറ മോളും നഷീബ മോളും, അവരുടെ കല്യാണം നമുക്ക് നല്ല രീതിയിൽ നടത്താം. ഇതിപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജഹാനിക്കയും പറഞ്ഞു, എന്തായാലും നേരം വെളുക്കട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. ഇപ്പോൾ നീ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 പേരും ഉറങ്ങാൻ കിടന്നു. സുമിയും അതുപോലെ തന്നെ അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് കിടക്കുന്നതിന് മുൻപ് അവൾ അടുക്കളയെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി അടുക്കി പെറുക്കി വെക്കും. പാത്രം കഴുകലെല്ലാം കഴിഞ്ഞാൽ അവൾ നൂറായോടും നിഷൈബായോടും പറയും, മക്കളെ, നിങ്ങൾ വേഗം പോയി കിടന്നോളൂ, ബാക്കിയുള്ളത് എല്ലാം ഞാൻ ക്ലിയറാക്കിയിട്ട് വരാം. കാരണം നിങ്ങൾക്ക് രാവിലെ നേരത്തെ കടയിലേക്ക് പോവേണ്ടതല്ലേ. എനിക്ക് പിന്നെ കുറച്ച് വൈകിപ്പോയാലും പ്രശ്നമില്ല. കാരണം അവിടെ നോക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. അതുകൊണ്ട് മക്കളുടെ ഇനി ഇവിടെ ഉറക്കം കളഞ്ഞ് കുറേ നേരം നിൽക്കേണ്ട. ബാക്കിയെല്ലാം അടുക്കളയെല്ലാം ഞാൻ വൃത്തിയാക്കിക്കോളാം, നിങ്ങൾ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് അവരെ ഉറങ്ങാനായി വിട്ടിട്ട് അവൾ അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി അടുക്കി പെറുക്കി വെച്ച് അങ്ങനെയാണ് അവൾ ഉറങ്ങാൻ പോവാറുള്ളത്. അങ്ങനെ അവൾ റൂമിലേക്ക് നടക്കുമ്പോൾ ഫായിസും ഉറങ്ങാനായി അവൻ്റെ റൂമിലേക്ക് കോണി കയറി പോവുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ നമ്മുടെ സുമി വിളിച്ചു, ഫായിസ്, ഒന്ന് നിൽക്ക്, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അവൻ ചോദിച്ചു, എന്താ സുമി, പറയൂ. ഒന്നുമില്ലാതെ നീ എന്നെ പുറകിൽ നിന്ന് വിളിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് അവൻ അവളോട് പറഞ്ഞു. സുമി പറഞ്ഞു, ഫായിസ്, ഇന്ന് നമ്മുടെ ഹോട്ടലിൽ ഞാൻ നമ്മുടെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. അവൻ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, എന്താ സുമി? അപ്പോൾ അവിടെ നമ്മുടെ മുനീർ വന്നതും അവിടെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം നമ്മുടെ സുമി ഫായിസിനോട് പറഞ്ഞു. ഫായിസ് ഇങ്ങനെ അന്തം വിട്ട് വായും പൊളിച്ച് നിൽപ്പാണ് സുമി പറയുന്നതെല്ലാം കേട്ടിട്ട്. അവൻ ചോദിച്ചു, ആര്? നമ്മുടെ മുനീറോ എന്ന് ചോദിച്ചു. അത്രയൊക്കെ മുനീർ ചെയ്തിട്ടും ഇപ്പോഴും നമ്മുടെ ഫായിസ് ചോദിച്ചത് നമ്മുടെ മുനീറോ എന്നാണ്. അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഷാജഹാനിക്ക അദ്ദേഹത്തിൻ്റെ മക്കളെ വളർത്തിയിട്ടുള്ളത്. സുമി പറഞ്ഞു, മുനീർ തന്നെ. അവൻ ചോദിച്ചു, അപ്പോൾ അവന് എന്തു പറ്റി? അവൻ എന്തെങ്കിലും സംസാരിച്ചോ നിന്നോട്? എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം കാര്യങ്ങളായതെന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ കണ്ടതും മുനീർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നായിരുന്നു അവൾ പറഞ്ഞത്.
അപ്പോൾ നമ്മുടെ ഫായിസ് ചോദിച്ചു, നിനക്ക് അവനെ കണ്ടിട്ട് വിഷമമായോ സുമി? സാരമില്ല, പോട്ടെ, എന്ത് ചെയ്യാനാ, ഒക്കെ പടച്ചവൻ്റെ വിധിയല്ലേ. നോക്കട്ടെ, ഞാൻ അന്വേഷിച്ചു നോക്കട്ടെ എന്താണ് കാര്യങ്ങൾ എന്ന്. എത്രയായാലും എൻ്റെ ഉപ്പാൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മോൻ എന്നൊരു ബന്ധമില്ലേ, ആ ഒരു കടപ്പാട് എനിക്ക് അവനോടില്ലേ. അതുകൊണ്ട് തന്നെ അവൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. സഹായിക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നോക്കാം. ഉപ്പാനോട് കൂടി ചോദിച്ച് സമ്മതം വാങ്ങിയതിൻ്റെ ശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സുമി അവനോട് പറഞ്ഞു, സങ്കടമോ? എനിക്കോ? എന്തിന്? ഞാൻ ആ വിഷയം തന്നെ മറന്നു പോയ കാര്യമാണ്. അത് എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം. ഞാനത് ആലോചിക്കാനോ ഓർക്കാനോ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ദുഃഖിക്കാനും എന്നെ കിട്ടില്ല. നീയും അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. എന്നാൽ എൻ്റെ പഴയ ഭർത്താവ് എന്ന പേരിൽ ഒരു സഹായവും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കതിൽ താല്പര്യവുമില്ല. ആ ഒരു മേൽവിലാസത്തിൽ ഇനി അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്കിനി ഇവിടുത്തെ മേൽവിലാസത്തിൽ അറിയാനാണ് ഇഷ്ടം, എൻ്റെ ഫായിസിൻ്റെ മേൽവിലാസത്തിൽ. എത്രയും പെട്ടെന്ന് സുമയ്യ റഫീഖ് എന്ന് മാറ്റി സുമയ്യ ഫായിസ് എന്ന പേര് എനിക്ക് വന്നു ചേരുന്നതും ആലോചിച്ച് ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തുതിരിപ്പാണ് എന്ന് അവൾ നാണത്തോടു കൂടി പറഞ്ഞപ്പോൾ ഫായിസിൻ്റെ മുഖത്തും ഒരു കള്ളപ്പുഞ്ചിരി വിടർന്നു. അവൻ പറഞ്ഞു, ആ ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവരവരുടെ റൂമിലേക്കായി ഉറങ്ങാൻ പോയി. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. പതിവ് പോലെ ഷാജഹാനിക്കയും മക്കളും ലൈലാത്തയും കടയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമയും ഫായിസും പുതിയ കടയിലേക്കും പോയി. അങ്ങനെ പതിവ് പോലെ ആ ദിവസം ഏകദേശം കഴിയാനായി. അന്ന് വൈകുന്നേരം അത്താഴത്തിനായി ഒത്തുകൂടിയപ്പോൾ ഷാജഹാനിക്ക നമ്മുടെ ലൈലാത്തയോടും അതുപോലെ തന്നെ ലൈലാത്തക്ക് അറിയാം തലേ ദിവസം അവർ സംസാരിച്ചത് കൊണ്ട് തന്നെ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന്. ഫായിസിനോടും സുമിയോടും നൂറായോടും നിഷേബായോടുമായി പറഞ്ഞു, മക്കളെ, എനിക്കൊരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാനും നിങ്ങളുടെ ഉമ്മയും ഇന്നലെ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങളോട് കൂടി പറഞ്ഞ് നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നൂറായും നുഷൈബായും സുമിയും ഫായിസുമെല്ലാം ഷാജഹാനിക്കയുടെ മുഖത്തേക്ക് ആകാംക്ഷപൂർവ്വം നോക്കി. എന്താണ് ഉപ്പ പറയാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട്. ഈ രണ്ടെണ്ണത്തിനെ നമുക്കിങ്ങനെ കയറിയോരിയിട്ടാൽ മതിയോ? ഇവരെ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാനിക്ക നമ്മുടെ ഫായിസിൻ്റെയും അതുപോലെ തന്നെ സുമിയുടെയും നേർക്ക് നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ഫായിസ് സുമിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സൈറ്റടിച്ച് കാണിച്ചു. സുമിയും നാണം കൊണ്ട് മുഖം താഴ്ത്തി ഇങ്ങനെ ഇരുന്നു. നൂറായും നുഷൈബായും പറഞ്ഞു, വേണം വേണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ഇവിടെ നിന്ന് കയറും പൊട്ടിച്ച് ഓടിപ്പോവും നമ്മളെ കാണാതെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ കളിയാക്കി. ഷാജഹാനിക്ക് പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതല്ല, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം. കാരണം സുമി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും. കാരണം 4 ആളെ അറിയിച്ച് ഒരു വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല. എത്രയെന്ന് വെച്ചാണ് അവൾ ഒരു മേൽവിലാസമില്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ 4 ആൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഫായിസിന് അവളെ പിടിച്ചു കൊടുക്കണം. നിങ്ങളുടെ എല്ലാം അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ സുമിയും അതുപോലെ തന്നെ ഫായിസും പറഞ്ഞു, എല്ലാം
നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുന്നത് പോലെ നിങ്ങളുടെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. നൂറായും നുഷൈബായും പറഞ്ഞു, ഉപ്പ പറഞ്ഞത് ശരിയാണ്. ഇനി ഇതിങ്ങനെ കുട്ടിക്കളിയായിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് നടത്തണം. അപ്പോൾ ഷാജഹാനിക്ക് പറഞ്ഞു, എന്തായാലും നേരം വെളുക്കട്ടെ. ഞാൻ സുമയുടെ ഉപ്പാക്കും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ അബൂബക്കറിനും ഒന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ, അടുത്ത ആഴ്ച നല്ലൊരു ദിവസം നോക്കി ആ ചടങ്ങ് തീർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് അവരെല്ലാവരും ഉറങ്ങാൻ പോയത്. എന്തായാലും അന്ന് മനസ്സമാധാനത്തോടു കൂടിയാണ് നമ്മുടെ സുമയും അതുപോലെ തന്നെ ഫായിസും ഉറങ്ങാൻ കിടന്നത്. കാരണം ഇത് എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു അവർക്കും ആഗ്രഹം. അല്ലെങ്കിൽ അവർക്കും പേടിയാണ്, ഇന്നത്തെ സമൂഹത്തെ എന്താണ് പറഞ്ഞുണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരും ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കാൻ ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് അതിനൊരു തീരുമാനമായി എന്ന് ആശ്വസിച്ചുകൊണ്ട് അവരെല്ലാവരും ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം തൻ്റെ തിരുപ്പുകളൊക്കെ ഒന്നൊഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക സുമയുടെ ഉപ്പാനെ വിളിച്ചു. അസ്സലാമു അലൈക്കും. നമ്മുടെ സുമയുടെ ഉപ്പ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചു നമ്മുടെ ഷാജഹാനിക്ക. സുമയുടെ ഉപ്പയാണെങ്കിൽ ആദ്യമായി കേൾക്കുകയാണ് ഷാജഹാനിക്കയുടെ ശബ്ദം. അദ്ദേഹത്തിന് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങോട്ട് പരിചയം തോന്നുന്നില്ല, ആരാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മുടെ ഷാജഹാനിക്ക പറഞ്ഞു, നമ്മുടെ സുമിമോൾ നിൽക്കുന്ന വീട്ടിലെ ആളാണ്. അപ്പോഴാണ് നമ്മുടെ റഫീഖക്ക് കാര്യം മനസ്സിലായത്. മോളെപ്പോഴും പറയാറുണ്ട് നിങ്ങളെക്കുറിച്ച്. എന്നിട്ടെന്താ, എല്ലാവർക്കും സുഖമല്ലേ വീട്ടിൽ? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് എല്ലാം സുഖമായി പോകുന്നു. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ഒരുപാട് ദിവസമായി ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതുന്നു. ഓരോ തിരക്കിൽപ്പെട്ട് അങ്ങനെ മറന്നുപോയി. ഇന്നാണ് പിന്നെ ഒരു അവസരം വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനും അതെ, സുമിമോൾ എപ്പോഴും പറയുമ്പോൾ വിളിക്കണമെന്ന് കരുതും. പിന്നെ ഇവിടെയും ഓരോ തിരക്കിലായിപ്പോയി എന്നെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞു നമ്മുടെ ഷാജഹാനിക്ക. ഒരു നേരം അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദവും കേട്ടില്ല. നമ്മുടെ ഷാജഹാനിക്ക അന്തം വിട്ടുപോയി. എന്താണെന്നാവോ, അദ്ദേഹത്തിന് സമ്മതമല്ലേ കല്യാണത്തിന്? പിന്നീട് അദ്ദേഹം ഒന്നുകൂടി ചെവി കൂർപ്പിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു തേങ്ങിക്കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് എന്ന്. സത്യമായിരുന്നു. സന്തോഷം കൊണ്ട് നമ്മുടെ സുമയുടെ ഉപ്പ ഇങ്ങനെ കരയുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് മറുപടി പറയാൻ വാക്കുകളൊന്നും കിട്ടിയില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൾക്ക് നിങ്ങൾ അവിടെ ഒരു ഇടം കൊടുത്തത് തന്നെ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. ഇപ്പോൾ അവൾക്ക് ഒരു ജീവിതം കൂടി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം എനിക്കെന്ത് പറയാൻ? എനിക്ക് സമ്മതമാണ്. എൻ്റെ പൊന്നുമോൾക്ക് നല്ലൊരു ജീവിതമുണ്ടാവുക എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അവളുടെ ജീവിതം ഇങ്ങനെയെല്ലാം ആയിപ്പോയതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി അവൾ വിളിക്കുമ്പോൾ അവളുടെ വാക്കുകളിലുള്ള ആ സന്തോഷവും ആ സമാധാനവും അവൾ അനുഭവിച്ചറിയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ സമ്മതമാണ് എൻ്റെ മകളെ നിങ്ങൾക്ക് തരാൻ എന്നെല്ലാം പറഞ്ഞു. ഷാജഹാനിക്കാക്കും സന്തോഷമായി. അങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ വിളി അവസാനിപ്പിച്ചു. അതിൻ്റെ ശേഷം ഷാജഹാനിക്ക നമ്മുടെ അബൂബക്കറിക്കാക്ക് കൂടി വിളിച്ചു. ഫോണിൻ്റെ സ്ക്രീനിൽ
നമ്മുടെ ഷാജഹാനിക്കായുടെ നമ്പർ തെളിഞ്ഞപ്പോൾ തന്നെ അബൂബക്കറിക്കാക്ക് തോന്നി എന്തെങ്കിലും വിശേഷം പറയാനായിരിക്കും വിളിച്ചത് എന്ന്. അദ്ദേഹം ഫോണെടുത്ത് ചോദിച്ചു, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? കുറേ ദിവസമായല്ലോ നിൻ്റെ സൗണ്ടൊന്ന് കേട്ടിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണല്ലോ. ഇപ്പം എന്തു പറ്റി? എന്നെ എല്ലാം മറന്നോ? ഇപ്പോൾ വലിയ ഹോട്ടലിൻ്റെയൊക്കെ മുതലാളിയൊക്കെ ആയില്ലേ, എന്നെയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പരിഭവം പറയുന്നുണ്ട് അബൂബക്കറിക്ക്. എന്നാൽ ഷാജഹാനിക്ക പറഞ്ഞു, നിന്നെ ആരെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. നീ ഞങ്ങൾക്ക് ഒരു പൊന്നുമോളയല്ലേ തന്നിരിക്കുന്നത്. ആ ഒരു കടപ്പാട് എന്നും നിന്നോട് ഞങ്ങൾക്കുണ്ടാവും. അതൊന്നുമല്ലടാ, ഞാൻ ഓരോ തിരക്കിൽ പെട്ടുപോയി. നിന്നെ മറക്കാൻ എനിക്ക് കഴിയുമോ എന്നെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ഷാജഹാനിക്ക. കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറയുന്ന പഴയ കളിക്കൂട്ടുകാരായി മാറി. എന്നിട്ട് എന്താണിപ്പോൾ വിളിച്ചത്? ഷാജഹാനിക്ക പറഞ്ഞു, ഒരു വിശേഷമുണ്ടെന്ന് കൂട്ടിക്കോ. മോൾ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് അബൂബക്കറിക്കാക്ക് കാര്യം മനസ്സിലായത്. ഒരുപക്ഷെ കല്യാണക്കാര്യം പറയാനായിരിക്കും വിളിച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ പിന്നെ നിൻ്റെ മോളെ ഞങ്ങൾ എന്നേക്കുമായി ഇങ്ങോട്ട് എടുക്കാൻ തീരുമാനിച്ചു. നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് അബൂബക്കറിക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവളെ നീ ഇപ്പോൾ മുഴുവനായി എടുത്തില്ലേ, ഇനിയിപ്പോൾ എന്ത് വിരോധം എന്നെല്ലാം പറഞ്ഞ് തമാശയിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ അവൾക്കൊരു ജീവിതം കൊടുത്തത് തന്നെ വലിയ കാര്യം. ഇനി നിൻ്റെ മോനും അവളും ഒന്നാവുകയാണെങ്കിൽ എനിക്കെന്താടാ എതിർപ്പ്? സന്തോഷമല്ലേ ഉള്ളൂ. എൻ്റെ മകൻക്കോ അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞില്ല. നിൻ്റെ മോനും നിങ്ങൾക്കുമായിരിക്കും അതിനുള്ള യോഗം. അത്രയും തങ്കപ്പെട്ട ഒരു കുട്ടിയല്ലേ അവൾ എന്നെല്ലാം പറഞ്ഞു. ഷാജഹാനിക്ക പറഞ്ഞു, അതുകൊണ്ട് തന്നെയല്ലേ അവളെ ഞങ്ങളിവിടെ നിർത്തിയത്. അതുപോലെ തന്നെ ഇനി എന്നേക്കുമായി ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ തീരുമാനിച്ചതും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അബൂബക്കറിക്കയും ഷാജഹാനിക്കയും കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ഇനി വെക്കുകയാണ്. ഞാൻ ഒരു മൂല്യരെല്ലാം കണ്ട് നല്ലൊരു ദിവസം തീരുമാനിക്കട്ടെ, എന്നിട്ട് വിളിച്ചറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്ന് അതിൽ കൂടി ചേർന്ന് പങ്കെടുത്ത് സന്തോഷമാക്കണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ സുമിയുടെ ഉപ്പാക്കും നേരത്തെ വിളിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിനും സമ്മതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാജഹാനിക്ക ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു.